റിപ്പബ്ലിക് ദിനം. റിപ്പബ്ലിക് ദിനത്തിൽ നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയുള്ള അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. സ്കൂളിലാണെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പലവിധ മേഖലകളിൽ നിരവധി തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം, പ്രസംഗം തുടങ്ങുമ്പോൾ ഓക്കെയാണ്, കുറച്ച് കാര്യങ്ങൾ റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും ചിലരെങ്കിലും. കുറച്ച് കഴിയുമ്പോൾ അത് രാഷ്ട്രീയ പ്രസംഗമായി മാറും. തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഗവൺമെന്റുകൾ എന്താണ് ചെയ്യുന്നത്, ആ രീതിയിലുള്ള ഒരു വിമർശനമായിട്ട്, ഡിബേറ്റ് ആയിട്ട് പല പ്രസംഗങ്ങളും, ഒരു 80% പ്രസംഗങ്ങളും ആ രീതിയിലേക്ക് തരം താഴ്ന്ന് പോകുന്ന കാണാറുണ്ട്. റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ മേഖലയല്ല. റിപ്പബ്ലിക് ദിനം നമ്മൾ അവിടെ സംസാരിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ച് ഒക്കെയാണ് സംസാരിക്കേണ്ടത്. പിന്നെ ചില ആളുകൾ സംസാരിച്ച് വരുമ്പോൾ അതൊരു സ്വാതന്ത്ര്യ ദിന പ്രസംഗമായി മാറും. സ്വാതന്ത്ര്യ ദിനത്തിൽ അധികം സംസാരിക്കേണ്ടത് ഫ്രീഡത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷേ റിപ്പബ്ലിക് ദിനത്തിൽ സംസാരിക്കേണ്ടത് അധികവും നമ്മളുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ് അധികവും സംസാരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ, ഒരു പ്രസംഗത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും നിങ്ങളുടെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഒന്നുകിൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാകാം, ഒരു കഥ പറഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു മഹത് വചനം. ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം വളരെ മനോഹരമായിരിക്കും. ഉദാഹരണത്തിന് ചോദിക്കുമ്പോൾ, എന്താണ് റിപ്പബ്ലിക് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കാം. മിക്കവാറും ഭൂരിപക്ഷം പേർക്കും അത് ഒരു കൃത്യമായി പറയാൻ സാധിച്ചു എന്ന് വരില്ല, പറയണമെന്നില്ല, അവർക്കത് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് റിപ്പബ്ലിക് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്താണ് റിപ്പബ്ലിക്? റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമായിരിക്കും. അവിടെ ഒരു എങ്ങനെ ഭരണം മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിലുണ്ടാകും. ആരും നിയമങ്ങൾക്ക് അതീതരല്ല, ലീഡേഴ്സിനെയെല്ലാം ജനങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. അത്തരമൊരു സംവിധാനമുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത് ജനുവരി 26, 1950, നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം അന്ന് മുതൽ റിപ്പബ്ലിക്കായി. സ്വാതന്ത്ര്യം കിട്ടിയത് 1947 പക്ഷെ റിപ്പബ്ലിക് ആയി നമ്മൾ പ്രഖ്യാപിക്കുന്നത് 1950 ജനുവരി 26. അതുകൊണ്ടാണ് ആ ദിവസം റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്ന കാര്യത്തുമായി ബന്ധപ്പെട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പ്രസംഗം ആരംഭിക്കാനായിട്ട്. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ ആഘോഷിക്കുവാനുള്ള അവസരമാക്കി മാറ്റാൻ പാടില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷൻ സെലിബ്രേറ്റ് ചെയ്യുവാനുള്ള അവസരമാണ്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്? അപ്പോൾ നിങ്ങൾ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് കുറച്ചെങ്കിലും പറയണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട വാല്യൂസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ, ഇതൊക്കെ ഏതെല്ലാം രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടാണ് നമ്മളുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഉണ്ടാക്കിയത് എന്ന കാര്യത്തെക്കുറിച്ച് പറയാം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അത് എങ്ങനെയാണ് രൂപപ്പെട്ടത്, രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ എന്തായിരുന്നു, ആരാണ് ഭരണഘടന കൈകൊണ്ട് എഴുതിയത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസംഗം കൂടുതൽ മനോഹരമാകും. പിന്നെ നിങ്ങൾക്ക് പറയാവുന്നത് നമ്മളുടെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്താണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അവകാശങ്ങൾ മാത്രമല്ല പൗരനുള്ളത്, ചുമതലകൾ, ഡ്യൂട്ടീസ് കൂടിയുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കണം. പലപ്പോഴും നമ്മൾ പലരും ശ്രദ്ധിക്കുന്നത് എനിക്ക് എന്താണ് കിട്ടുന്നത്, എന്റെ അവകാശം എന്താണ് എന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്നതും പെരുമാറുന്നതും. എന്നാൽ നമ്മുടെ രാജ്യത്തിനോട് ഭരണഘടന നിർദ്ദേശിക്കുന്ന ആ ഡ്യൂട്ടീസിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ വാല്യൂസ്, അതിനെ കുറിച്ച് പറയാം. എന്താണ് വാല്യൂസ്? ഭരണഘടന പറയുന്ന ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പ്രതിപാദിച്ചു കഴിഞ്ഞാൽ അതൊരു നല്ല റിപ്പബ്ലിക് ദിന പ്രസംഗമായി മാറും. ശ്രദ്ധിക്കണം, സ്വാതന്ത്ര്യ ദിനം അധികവും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ചും പറയുവാനുള്ള അവസരമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അധികവും പറയേണ്ടത് സ്വാതന്ത്ര്യ ദിനത്തിലാണ്. റിപ്പബ്ലിക് ദിനത്തിൽ വരുമ്പോൾ അധികവും നമ്മൾ ഭരണഘടനയും നമ്മളുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതിനെ കുറിച്ചൊക്കെ ആണ് നമ്മൾ ആളുകളോട് സംസാരിക്കേണ്ടത്. റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യ ദിനം എന്നൊക്കെ പറയുന്നത് രാജ്യം ഒറ്റ
ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമന്യേ ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ്. അവിടെ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു സെന്റൻസുകളും പറയാൻ പാടില്ല. തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ പ്രേസ് ചെയ്തും മറ്റുള്ളവരുടെ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ പൊലിപ്പിച്ച് കാണിച്ചും ഗവൺമെന്റുകളെ പൊലിപ്പിച്ച് കാണിച്ചും അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. അവിടെ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. ഈ പോയിന്റ് പല ആളുകളും മറന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാറാറുണ്ട്. വിദ്യാർത്ഥികളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒരു പ്രസംഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാവരും, അത് രാഷ്ട്രീയം നോക്കണം. എൻ്റെ ഈ പ്രസംഗം ഇത് രാഷ്ട്രീയ പ്രസംഗമാണോ അതോ രാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാണോ? ഒന്നുകൂടി പറയാം, എൻ്റെ ഈ പ്രസംഗം ഇതൊരു രാഷ്ട്രീയ പ്രസംഗമാണോ അതോ എൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗമാണോ? രാഷ്ട്രീയ പ്രസംഗമാണ് എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ദാറ്റ് സ്പീച്ച് ആൻഡ് റീകൺസ്ട്രക്ട്, റൈറ്റ്? അവസാനമായി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായിട്ടല്ല സംസാരിക്കേണ്ടത്. ഒരു പ്രൗഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, നമ്മളുടെ ഇന്ത്യയെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു പൗരൻ ആണ് ഞാൻ എന്ന വിചാരം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു റിപ്പബ്ലിക് ഡേ പ്രസംഗം ചെയ്യുമ്പോൾ അത് മനോഹരമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നുമായിരിക്കും പ്രസംഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ. മനോഹരമായ ഒരു റിപ്പബ്ലിക് ദിന പ്രസംഗം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു.